അതിനുശേഷം എൻ്റെ ലൈഫിൽ വന്ന മാറ്റം ചെറുതൊന്നും. ഹലോ ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് മാനിഫെസ്റ്റേഷനെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ മാനിഫെസ്റ്റേഷൻ എൻ്റെ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങളാണ്, വലിയ വലിയ കാര്യങ്ങളാണ് തന്നിട്ടുള്ളതെന്ന് എന്നെ സംബന്ധിച്ച് എനിക്കത് വലിയ കാര്യങ്ങളാണ്. നമ്മുടെ ലൈഫിൽ നമ്മൾ ആഗ്രഹിച്ച പോലെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ നമ്മൾ 3 റൂൾസ് ഉണ്ട്. അത് നമ്മൾ എന്തായാലും മസ്റ്റായിട്ട് ചെയ്തിരിക്കണം. നമ്മൾ നമ്മളെ തന്നെ ട്രസ്റ്റ് ചെയ്യാം. 2, നമ്മൾ നമുക്കുള്ള എല്ലാ കാര്യത്തിലും വളരെയധികം ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം. 3, ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറായിരിക്കണം. വെയിറ്റ് ചെയ്യാൻ പേഷ്യൻസും വേണം. ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവില്ല എന്ന് നമ്മൾ പറയാറുണ്ടല്ലേ. ഇന്ന് ആ ചിലരെക്കുറിച്ചാണ് ഞാനിത് പറയാൻ പോകുന്നത്. എനിക്ക് എന്നെ തന്നെ ഒരു രീതിയിലും ഒരു വിലയില്ലാത്ത ഒരു ടൈം ഉണ്ടായിരുന്നു. കാരണം എനിക്ക് ചെയ്യുന്നൊന്നും ശരിയാവത്തില്ല, ഒന്നും ശരിയാവത്തില്ല, എനിക്ക് ചുറ്റൊന്നും ഓക്കെ അല്ല എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ടൈം ഉണ്ടായിരുന്നു. ആ സ്വഭാവം കൊണ്ട് ഒരു വർഷം ഞാൻ ചുമ്മാ വീട്ടിലിരിക്കേണ്ട അവസ്ഥ വന്നു. എൻ്റെ മാരേജ് കഴിഞ്ഞ് ഞാൻ വെറുതെ PG കഴിഞ്ഞ് മാരേജ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് വെറുതെ ഇരിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അതിനുശേഷം ഒരു വർഷത്തിന് ശേഷമാണ് ഞാൻ എന്നെ സ്നേഹിക്കാനും എന്നെ ട്രസ്റ്റ് ചെയ്യാനും ഞാൻ തുടങ്ങിയത്. അതിനുശേഷം എൻ്റെ ലൈഫിൽ വന്ന മാറ്റം ചെറുതൊന്നുമല്ല. ഇതിൻ്റെ നെക്സ്റ്റ് ഇയർ ഞാൻ കഷ്ടപ്പെട്ടു, ഞാൻ ഹാർഡ് വർക്ക് ചെയ്തു, എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്തു. അടുത്ത ഒരു ജോലി എനിക്ക് കിട്ടി. അങ്ങനെ 8 മാസം ഞാൻ അവിടെ ആത്മാർത്ഥമായിട്ട്, അത് വളരെ ദൂരത്തുള്ളൊരു സ്കൂളാണ്, അവിടെ ഞാൻ 8 മാസം ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്തു. അതിനുശേഷം വന്ന ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തു. ഞാൻ അറ്റൻഡ് ചെയ്ത 3 സ്കൂളിലും എനിക്ക് കിട്ടി. ഇത് എങ്ങനെയാണ് എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഞാൻ അതിനുവേണ്ടി ഒരു വീഡിയോ ചെയ്യാം. പക്ഷേ ദൂരെയാണെങ്കിലും ഞാൻ ആ സ്കൂളിൽ കഷ്ടപ്പെട്ട് പോയി. എല്ലാവരും എന്നോട് പറഞ്ഞു, ദൂരമാണ്, നീ വെളുപ്പിന് രാവിലെയൊക്കെ എഴുന്നേറ്റ് പോകേണ്ടി വരും, നീ ആലോചിച്ചിട്ട് തീരുമാനിക്കാനൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ ഒന്നിനു വേണ്ടി വെയിറ്റ് ചെയ്തില്ല. ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി. ഞാൻ ആ സ്കൂളിൽ പോയി വർക്ക് ചെയ്ത് കൃത്യം 8 മാസമായപ്പോൾ ഞാൻ അടുത്ത ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തു. എനിക്ക് അടുത്ത 3 സ്കൂളുകളിൽ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തു. 3 സ്കൂളുകളിലും എനിക്ക് കിട്ടി. വേറെ ഒന്നുമില്ല, ഞാൻ ഹാർഡ് വർക്ക് ചെയ്ത്, ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് ഞാൻ എൻ്റെ മനസ്സിൽ ഇൻ്റർവ്യൂ കഴിഞ്ഞ ശേഷം എനിക്കെന്തായാലും ഇവിടെ കിട്ടും, എനിക്കാണ് അവിടെ കിട്ടാൻ പോകുന്നത് എന്ന് മാത്രമേ ഞാൻ എൻ്റെ മനസ്സിൽ കൊടുത്തിട്ടുള്ളൂ. ഇപ്പം നമ്മളെക്കാട്ടും അറിയാവുന്ന 100% കാര്യങ്ങൾ അറിയാവുന്ന ആൾക്കാരുണ്ടാകും. അപ്പോൾ നമ്മളത് പുറത്ത് പേടിക്കും, അവർക്ക് എന്തായാലും കിട്ടും അങ്ങനെയൊക്കെ. ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല. അവർക്ക് 100% അറിയാമായിരിക്കും, പക്ഷേ എനിക്ക് 10% അറിയാമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 5% അറിയത്തുള്ളൂ. കാരണം എനിക്ക് ഭയങ്കര ബുദ്ധിസ്റ്റ് പഠിപ്പിയൊന്നുമല്ല ഞാൻ. അപ്പം ആ ഉള്ള കാര്യത്തിന് വെച്ചിട്ട് എൻ്റേതായ അവർ 100% എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പം എൻ്റെ 10%-ൽ ഞാൻ 12% ഞാൻ എഫേർട്ട് ഇട്ട് ഞാൻ വയ്ക്കും. പക്ഷേ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലൈഫിൽ മാജിക് സംഭവിച്ചിരിക്കും. നമ്മൾ മാക്സിമം നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു നെഗറ്റീവായിട്ട് പോലും എനിക്ക് കിട്ടില്ല എന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ടഫായിട്ട് വന്ന ഇൻ്റർവ്യൂ പോലും ഞാനിവിടെ വന്നിട്ട് ഞാൻ എന്തെങ്കിലും ആട്ടെ നോക്കാം, വിളിക്കുമായിരിക്കും, ആ ഒരു മൈൻഡിലാണ് ഞാൻ ഇരുന്നത്. പക്ഷേ എനിക്ക് കിട്ടി. അപ്പോൾ അങ്ങനെ കുറേയധികം കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ ഇതുപോലെ ഈ ഒരു മാനിഫെസ്റ്റേഷൻ, എൻ്റെ അതിയായ ആഗ്രഹം, വിശ്വാസം, ട്രസ്റ്റ് ഒക്കെ കൊണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ഇടാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അടുത്ത വീഡിയോസ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ഇട്ടേക്കണേ. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും